ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ഇങ്ങനെ എത്താറായില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമായിരിക്കുമല്ലേ. ഈ സമയത്ത് നമുക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ക്രിസ്മസ് കാർഡ് തന്നെ ആയിക്കോട്ടെ അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു പേപ്പറാണ്. ഇതിൽ നമ്മളൊരു മാർപ്പാപ്പ ഉണ്ട്, അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ഒരു ബ്ലാക്ക് ചാർട്ടാണ്, ഒരു ക്രിസ്മസ് കാർഡ് ഇനിപോലെ ഫോൾഡ് ചെയ്തിട്ടൊരു ബ്ലാക്ക് ചാർട്ട് എടുക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് ചാർട്ടിലൊരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടി ഒരു കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് സൈസിൽ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 4 ഭാഗം ഒന്ന് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 4 ഭാഗവും കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്രിസ്മസും കൂടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പേജാണ് ഇട്ടത്. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പണി വെച്ചാൽ വേറൊരു ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട്. ഒരു റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതും റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു OHP ഷീറ്റിൽ അതേ അളവിൽ ഫോം ഷീറ്റിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ബ്ലാക്ക് ചാർട്ടിൻ്റെ മേലെ OHP ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫോം ഷീറ്റും അതിന് മേലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സീക്വൻസും കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ഉണ്ട് കേട്ടോ, സീക്വൻസ് പോലത്തെ. അത് ഈ ഫോം OHP ഷീറ്റിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നമുക്കൊരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കണം. ഗ്ലൂ തയ്ച്ചതിന് ശേഷം ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്ത കാർഡിൽ അതിൻ്റെ ഉള്ളിലത്തെ പേജിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രണ്ട് പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രിസ്മസ് ഒന്നും മാത്രമല്ലേ ഉള്ളൂ, മേരി എന്നും കൂടി ഒന്ന് എഴുതിയിട്ട് മേരി ക്രിസ്മസ് ആക്കിയിട്ട് ചുറ്റും നമുക്കൊന്ന് കുഞ്ഞ് സ്റ്റാർ വരച്ചു കൊടുക്കാം കേട്ടോ. ഗ്ലിറ്റർ പെൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ വരയ്ക്കുന്നത്, സിൽവർ കളർ. അതിന് ശേഷം 3 സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. സ്റ്റാർ ഒന്ന് ഹാങ് ചെയ്തതുപോലെ തോന്നാൻ സിൽവർ കളർ പെന്ന് യൂസ് ചെയ്തിട്ടൊന്ന് ഒരു ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 2 സ്റ്റാർ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഗോൾഡൻ കളറും സിൽവർ കളറും പെന്ന് യൂസ് ചെയ്തിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. നമുക്ക് ഡിസൈനുള്ള പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റൗണ്ടിൻ്റെ ചുറ്റും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിൽവർ കളർ പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ച് നമ്മൾ ടിക്കിൽ
വരച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഹാങ് ചെയ്ത പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരച്ചതിന് ശേഷം ഒരു ലൈനും കൂടി ഇട്ട് കൊടുത്ത് ഒരു ബോയും കൂടി ഒട്ടിച്ചാൽ കംപ്ലീറ്റ് ആവും. ഞാൻ ഈ പേജിൽ കുറച്ച് കോഡ്സ് എഴുതുന്നുണ്ട്, ജോയ് എന്ന് പറഞ്ഞിട്ടും പിന്നെ ക്രിസ്മസ് വിഷസ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സ് ചൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ക്രിസ്മസ് കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഗ്ലൂ ആയതാട്ടോ, ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഗ്ലൂ ആയതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാട്ടോ അതൊന്നും ആവാതെ. അപ്പോൾ എല്ലാവർക്കും കാർഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിസ്മസ് കാർഡ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ.